ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷ കോടതി ശരിവച്ചു. 2 പ്രതികളെ വെറുതെ വിട്ടത് ഹൈക്കോടതി റദ്ദാക്കി. പ്രതികളുടെ അപ്പീലും ഹൈക്കോടതി റദ്ദാക്കി. TP വധം CPM നടപ്പിലാക്കിയത്. വധശിക്ഷ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുമെന്ന് RMP നേതാവ് N. വേണു. സർക്കാരിന്റെ പുതിയ MSP പദ്ധതി പഠിക്കണമെന്ന കർഷക നേതാക്കൾ. 2 ദിവസത്തേക്ക് ഡൽഹി ചലോ മാർച്ച് നിർത്തിവച്ചു. പരിഹാരമായില്ലെങ്കിൽ ഫെബ്രുവരി 21 വീണ്ടും ഡൽഹി ചലോ മാർച്ച്. തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മൊഴികളിൽ വൈരുദ്ധ്യമെന്ന പോലീസ്. സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ വർഷം കാണാതായത് 151 കുട്ടികളെന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. കൊല്ലപ്പെട്ടത് 25 കുട്ടികൾ. ചണ്ഡീഗഡിൽ വീണ്ടും ട്വിസ്റ്റ്. മേയർ മനോജ് സോങ്കർ രാജിവെച്ചു. 3 AAP കൗൺസിലർമാർ BJPയിൽ ചേർന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ജയിക്കാനാകുമെന്ന് BJP. മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് BJPയിലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾ തള്ളി മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പട്വാരി. BJP മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്തുവെന്നും ആരോപണം. തിരുവല്ലം കസ്റ്റഡി മരണക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ CBI കുറ്റപത്രം അംഗീകരിച്ച കോടതി. 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. സന്ദേശ് ഗാലിയിൽ ഭൂമി തട്ടിയെടുക്കുകയും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ തൃണമൂൽ നേതാവ് ശിവപ്രസാദ് ഹസ്ര കസ്റ്റഡിയിൽ. 8 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയെന്ന് കോടതി. റെയ്ഡിനിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കയ്യേറ്റം ചെയ്ത അക്രമികൾ. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ ചൂതാട്ട കേന്ദ്രത്തിൽ നടന്ന റെയ്ഡിനിടെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അക്രമികൾ കയ്യേറ്റം ചെയ്തത്. അക്രമികൾ അറസ്റ്റ്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.